യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പിണറായി വിജയന്റെ മകൾക്കെതിരെ SFI റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിൽ പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് നടത്തിയ ഈ മാർച്ചിൽ സംഘർഷമുണ്ടായി. ഈ സംഘർഷം ഉണ്ടായപ്പോൾ അവിടെയുള്ള പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു, വഴിയിൽ കുത്തിയിരുന്ന് റോഡ് ഉപരോധിച്ച് മുദ്രാവാക്യം വിളിച്ചു. ആ മുദ്രാവാക്യം വിളിച്ചതിനകത്തുനിന്ന് പിണറായി വിജയനെതിരെ രൂക്ഷമായ രീതിയിലുള്ള മുദ്രാവാക്യം വിളികൾ ഉണ്ടായി. അത്തരത്തിലുള്ള മുദ്രാവാക്യം വിളികൾ ഉണ്ടായപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞു തെറി പറയരുതെന്ന്. അത് വളരെ ഒരു പ്രസക്തമായ, ഉമ്മൻചാണ്ടിയുടെ മകനിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇടപെടലായിരുന്നു. താൻ ഇരിക്കുന്ന ഒരു സമരത്തിൽ ആർക്കെതിരെയും മോശമായ വാക്കുകൾ ഉപയോഗിക്കരുതെന്നും, മുഖ്യമന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ മകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ മോശമായ ഒരു വാക്ക് ഉപയോഗിക്കരുത്, മുദ്രാവാക്യത്തിൽ പോലും ഉപയോഗിക്കരുത് എന്ന ശാസനയാണ് ആ സമയം ചാണ്ടി ഉമ്മൻ നൽകിയത്. പൊതുജനങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള ഒരു നേതാവ് കാണില്ല. ആവേശം വരുമ്പോൾ പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും എതിർപക്ഷത്ത് ആർക്കെതിരെയാണോ സമരം ചെയ്യുന്നത് അവർക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ മുദ്രാവാക്യം വിളികൾ നടത്താറുണ്ട്. അങ്ങനെ നടത്തുമ്പോൾ എല്ലാവരും കണ്ണടച്ചു പോകുന്നു. പക്ഷെങ്കിൽ അവിടെ വ്യത്യസ്തനാവുകയാണ് ചാണ്ടിയുമ്മൻ ചെയ്ത ഈ ഒരു കാര്യത്തിന് സോഷ്യൽ മീഡിയയിൽ ഇന്ന് കയ്യടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോവാം. ഇങ്ങനെയുള്ള നേതാക്കന്മാരാണ് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നത്. ഇത്തരത്തിലുള്ള നേതാക്കന്മാരെയാണ് നമ്മുടെ നാട് ആഗ്രഹിക്കുന്നത്. വിദ്വേഷം വിതറുകയല്ല ചെയ്യുന്നത്. അവിടെ നമ്മൾ മാന്യതയുടെയും സ്നേഹത്തിന്റെയും രാഷ്ട്രീയമാണ് പറയുന്നത്. എപ്പോഴും മാന്യത കൈവെടിയാത്ത ഇതുപോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കേരളം എന്നും സ്നേഹിക്കുക തന്നെ ചെയ്യും. അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ കേരളം എന്നും ആഗ്രഹിക്കും. ഇത്രയും വലിയൊരു ഭൂരിപക്ഷം നൽകി ചാണ്ടി ഉമ്മനെ വിജയിപ്പിച്ച പുതുപ്പള്ളിക്കാർക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള കാലത്തും ചാണ്ടി ഉമ്മന്റെ കൈകളിൽ പുതുപ്പള്ളി ഭദ്രമായിരിക്കും. പുതുപ്പള്ളിയിലെ കോൺഗ്രസ്സുകാർക്കും കേരളത്തിലെയും കോട്ടയത്തെയും കോൺഗ്രസ്സുകാർക്കും എന്നും അഭിമാനിക്കാൻ ഒരു വകയുള്ള ഒരു നേതാവായി ചാണ്ടി ഉമ്മൻ വളർന്നു വന്നിരിക്കും നിശ്ചയം.